അങ്ങനെ നമ്മുടെ ശ്രീകാന്ത് ഹോട്ടലത്തെ ഓണറേയും കൊണ്ട് എടുത്തിങ്ങനെ വരുന്നുണ്ട്. അവളെ കാലുകൊണ്ട് വയ്യാത്തതുകൊണ്ട് ഇങ്ങനെ എടുത്ത് വരുന്ന സമയത്താണ് നമ്മുടെ വർഷ കാണുന്നത്. വർഷ കണ്ടിട്ട് ആകെ ദേഷ്യം വന്നിട്ട് അവൾ ദേഷ്യം മുഴുവൻ അവളുടെ ഫോണിൽ കാണിച്ചിട്ട് അവൾ എന്തായാലും ശ്രീകാന്തിനോട് ഒന്നും മുണ്ടാതെ ദേഷ്യപ്പെട്ടിട്ട് ഇറങ്ങി പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് എല്ലാവരും ഫംഗ്ഷന് ഒരുങ്ങുന്നുണ്ട്. ഫംഗ്ഷനൊക്കെ ഒരുങ്ങുന്ന സമയത്ത് നമ്മുടെ രേവതി നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് നമ്മുടെ സച്ചി വന്നിട്ട് പറയുന്നുണ്ട്, നിനക്കെന്താ ദിവസം കൂടുമ്പോൾ പ്രായം കുറയാണ്, നിന്നെ കാണാൻ എന്നത്തേക്കാട്ടിലൊന്നും നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ രേവതി പറയുന്നുണ്ട്, എന്തോ കാര്യം സാധിച്ചെടുക്കാനാണല്ലോ സച്ചിയേട്ടാ, എന്താച്ചാൽ പറയൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സച്ചി പറഞ്ഞു, ഇല്ലടി നിന്നെ കാണാൻ സത്യമായിട്ട് നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും താഴത്തേക്ക് പോകുന്നുണ്ട്. താഴത്തേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ ശ്രീകാന്ത് ഇങ്ങനെ ആലോചിച്ചിരിക്കുക. അപ്പോൾ ശ്രീകാന്തിനോട് നമ്മുടെ സച്ചി ചോദിക്കുന്നുണ്ട്, എന്താ പ്രശ്നം എന്ന് പറയുമ്പോൾ എന്തായാലും വർഷം തെറ്റിപ്പോയി, ഇനി അവൾ ആ ഫംഗ്ഷന് വരില്ല, അവൾ ഫംഗ്ഷന് വന്നിട്ടില്ലെങ്കിൽ ആകെ കൊള്ളാവെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സച്ചി പറയുന്നത്, നീ പേടിക്കണ്ട, എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ നീ പോ, ഞാൻ എന്തായാലും വർഷയെ കൊണ്ടേ വരൂ, അവൾക്ക് എന്നെ വിശ്വാസം ഉണ്ടല്ലോ ചോദിക്കുന്നുണ്ട്. ആ വിശ്വാസം ഉണ്ടെന്നാൽ നീ നടക്ക്, ഞാൻ എന്തായാലും അവളെ കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സച്ചി പോകുന്നുണ്ട്. എന്തായാലും ആ സമയത്ത് നമ്മുടെ ചന്ദ്രയൊക്കെ എല്ലാവരും ഫംഗ്ഷനിലേക്ക് വരുന്നുണ്ട്. ചന്ദ്ര ചോദിക്കുന്നുണ്ട് നമ്മുടെ ശ്രീകാന്തിനോട്, എന്താ വർഷ വരാത്തത്, നീ ഉള്ളപ്പോൾ അവൾ വരില്ല, എന്താ ഇനി അവളെ കാണാത്ത. ആ സമയത്ത് നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു, എല്ലാം ഇപ്പോൾ വരും എന്ന് പറയുമ്പോൾ, ഇപ്പോൾ വരും പറഞ്ഞിട്ട് എപ്പോൾ വരും എന്നൊക്കെ പറഞ്ഞു. എന്തായാലും ശ്രീകാന്തനാണെങ്കിൽ ഒന്നും പറയാൻ പറ്റാതെ നിൽക്കുന്നുണ്ട്. എന്തായാലും നമ്മളെ സച്ചി വർഷം കൊണ്ട് വരും. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലെ പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.